സ്പേം കൗണ്ട്, ബീജത്തിന്റെ കൗണ്ട് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും സപ്ലിമെന്റ്സും ഏതൊക്കെയാണ് നോക്കാം. ഇതിനായിട്ട് നമ്മൾക്ക് വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, അതുപോലെ ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. സിങ്ക്, ഫോളിക് ആസിഡ് നല്ലതാണ്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ തക്കാളി, പപ്പായ, കിവി, പേരക്ക, നെല്ലിക്ക ഇതിലെല്ലാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നേന്ത്രപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ചെറുപയർ കഴിക്കുന്നത് നല്ലതാണ്. ബീട്രൂട്ട്, മാതള നാരങ്ങ, അത്തിപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നട്ട്സിലെല്ലാം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. വാൾനട്ട്, ബദാം ഒക്കെ നല്ലതാണ്. ഇതെല്ലാം നമുക്ക് ഡെയിലി ഒരു 8 മുതൽ 10 വരെ കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഉലുവ. നമുക്ക് ഉലുവ വെള്ളമായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഉലുവ കഞ്ഞിയായിട്ട് കഴിക്കാം. അതുപോലെ ക്യാരറ്റ്, തക്കാളി, വെണ്ടക്ക, മുരിങ്ങക്കായ, വെളുത്തുള്ളി എല്ലാം നല്ലതാണ്. പിന്നെ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇലക്കറികൾ. ഇലക്കറികളും നല്ലതാണ്. പിന്നെ പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ് ഒക്കെ നല്ലതാണ്. അതുപോലെ അതുപോലെ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ് ഒക്കെ നല്ലതാണ്. എല്ലാ ബെറീസും നല്ലതാണ്. നമുക്ക് ഏത് ബെറിയാണോ കിട്ടുക, നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബെറീസ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ മാനേജ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഉറങ്ങണം. 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ ഉറങ്ങണം. സ്മോക്കിങ്ങോ അല്ലെങ്കിൽ ആൽക്കഹോളോ ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് മാക്സിമം നിങ്ങൾ നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഡയബറ്റിക് ആകാം, കൊളസ്ട്രോൾ ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനു കൂടി പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുത്താലാണ് നമുക്ക് ഈ ഒരു ഇൻഫെർട്ടിലിറ്റി പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ.